നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നാണ് നമ്മളുടെ SSLC റിസൾട്ട് വരാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം മുതലാണ് നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങുള്ളൂ. വൈകുന്നേരം തന്നെയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ട് നമുക്ക് കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നേരെ കഫേയിലേക്ക് ഓടി അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സ്വന്തമായിട്ട് നിങ്ങളുടെ വിരൽത്തുമ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് ഏറ്റവും വേഗത്തിൽ ഏത് ലിങ്കിലൂടെയാണ് നമുക്ക് റിസൾട്ട് അറിയാൻ കഴിയുക എന്നുള്ളത്. അതായത് റിസൾട്ട് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കേരളം മുഴുവൻ ഇതിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാവും. അപ്പോൾ എല്ലാവരും ഒരേ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. നെറ്റ് ജാമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സെർവർ ഡൗൺ ആവുക, അതുപോലെ തന്നെ ലിങ്ക് കിട്ടാതാവുക, അത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ നമുക്കൊരു ഏറ്റവും വിശ്വസ്തമായിട്ടുള്ളൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജാമും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഫോണോ കമ്പ്യൂട്ടറോ ഏതാണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ കേരള റിസൾട്ട് എന്ന് അല്ലെങ്കിൽ കേരള SSLC റിസൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. കേരള SSLC റിസൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായി വരുന്ന പേജിൽ ഗവൺമെൻറ് ഓഫ് കേരള മേലെ തന്നെ ഉണ്ടാവും. ആ പേജിൽ ഓപ്പൺ ആയി വന്ന മുകളിൽ തന്നെ ഉണ്ടാകും ഗവൺമെൻറ് ഓഫ് കേരള എന്നുണ്ടാകും. അവിടെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ആ എംബ്ലമൊക്കെ ഉണ്ടാവും, ആനയുടെ ആ ചിത്രമൊക്കെ ഉണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ കേരള ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. https://result.kite.kerala.gov.in എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജിലേക്ക് ഓപ്പണായി വരും. ആ പുതിയ പേജ് ഞാനിവിടെ കാണിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എന്താണ് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പേജിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പണായി വരും. മേലെ തന്നെ കാണാം. അതുപോലെ അതിൻ്റെ താഴെ ഈ പറഞ്ഞ പോലെ തന്നെ https://result.kite.kerala.gov.in എന്ന് പറയുന്ന ആ ലിങ്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറയുന്നതിലോ ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കാണ് നമ്മൾ പോവുക. ഇവിടെ ഇത് ഓപ്പണായി വരുമ്പോൾ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് കണ്ടല്ലോ, റിസൾട്ട് എന്താണ്, നമുക്ക് 4 മണി മുതൽ 8/5/2024 4 മണി മുതലാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ഔദ്യോഗികമായിട്ട് പബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധപ്പെടുത്തും. ആ പ്രസിദ്ധപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് നമുക്കൊക്കെ അത് ഈ പറഞ്ഞ ലിങ്കിലൂടെ കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൃത്യമായ രീതിയിൽ ആ പറയുന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുത്താൽ നമുക്ക് നമ്മുടെ റിസൾട്ട് പേജ് ഓപ്പണായി വരും. ഓക്കെ, അത് നമുക്ക് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത്രേ പണിയുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഉന്നത വിജയം തന്നെ ഉണ്ടാവട്ടെ. ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എല്ലാവരും നല്ല ചിരിയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ റിസൾട്ടിനെ നോക്കി കാണുക. ജയവും തോൽവിയും ഒക്കെ സാധാരണയാണ്. പക്ഷേ തോൽവി എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രയാസമല്ല, വളരെ കുറച്ച് ആളുകൾ, അതായത് തീരെ അതിനോടൊരു ആഭിമുഖ്യം കാണിക്കാത്ത ആളുകൾ മാത്രമല്ലേ ഈ കാലഘട്ടത്തിലൊക്കെ തോൽക്കുന്നുള്ളൂ അല്ലേ. പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ തോൽവി എന്ന് പറയുന്നത് അങ്ങനെ ഇല്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെയുള്ള ആളുകൾ നെക്സ്റ്റ് മന്തിൽ തന്നെ നമുക്കത് എഴുതി ഏതൊക്കെയാണോ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയത് അല്ലെങ്കിൽ തോറ്റുപോയത് അത് നമുക്ക് നെക്സ്റ്റ് മന്തിൽ തന്നെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വീണ്ടെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ എവിടെയാണോ +2 അല്ലെങ്കിൽ +1 അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് അവിടെ തന്നെ നമുക്കും ഒരു സീറ്റ് ഉറപ്പിച്ചു വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികൾക്കും നമ്മുടെ അനിൽകുമാർ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ തുല്യതാ ലാബിൻ്റെയും വിജയാശംസകൾ നേരുന്നു. Thank you so much for watching.